ചാരിറ്റി. നമ്മുടെ നാട്ടിൽ ചാരിറ്റിയുടെ മറവിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടിയാണ്. അതെങ്ങനെയാണെന്ന് അറിയാം നിനക്ക്? നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുള്ള ഏതൊരു കമ്പനിക്ക് എടുത്തു നോക്കിയാലും ഇവർ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ നിശ്ചിത ശതമാനം ഇവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റിനെ കണ്ടുപിടിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതൊരു മതം എടുത്തോ, നീ ഹിന്ദു മതം എടുത്തോ, ഇസ്ലാം എടുത്തോ, ക്രിസ്ത്യാനിറ്റി എടുത്തോ, ഇതല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾ ദൈവങ്ങൾ വേറെ ഉണ്ടാവും. ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ട്രസ്റ്റുകൾ ഉണ്ടാവും. ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ എല്ലാ അഴിമതികളും നടക്കുന്നത്. അതായത് എല്ലാ ട്രസ്റ്റുകളും ഇങ്ങനെ തന്നെ പെരുമാറുന്നവരാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിനു വേണ്ടി പേപ്പറിൽ മാത്രമുള്ള കുറച്ച് ട്രസ്റ്റുകളുണ്ട്. ഇവരിലൂടെയാണ് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്നിട്ടുള്ള വലിയ കമ്പനീസിൻ്റെ ഒക്കെ CSR ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 100 കോടി ഉണ്ടാവുക, ചിലപ്പോൾ 500 കോടി ഉണ്ടാവുക. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു സർട്ടൻ എമൗണ്ട്, ഒരു 100 രൂപയാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ബാങ്ക് വഴി ഇത് അയച്ചു കൊടുക്കും. അതിന് പകരമായിട്ട് ഈ പേപ്പറിലുള്ള ട്രസ്റ്റുകാർ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം, ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇവരെന്താക്കും, ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് 100 രൂപ ഇവരിലേക്ക് വരുമ്പോൾ ഇവർ ഇതിനകത്ത് 70 രൂപ മാത്രമായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കൊടുക്കും. പിന്നെ രണ്ടുപേരും ഇതിൽ ഒരേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, അതായത് കാക്കയുടെ വിശപ്പും മാറും പശുവിന്റെ കടിയും മാറും എന്ന് പറഞ്ഞ പോലെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം?